റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മറ്റൊരു കാര്യമാണ് ദജ്ജാലിൻ്റെ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സൂറത്തുൽ കഹ്ഫ് നമ്മെ സഹായിക്കുന്നതാണ്. ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഫമൻ അദ്റകഹു മിൻകും, നിങ്ങളിൽ ആരെങ്കിലും ദജ്ജാലിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ, അങ്ങനെ ഒരു അവസ്ഥയുണ്ടായാൽ, ഫലിയഖ്റ അലൈഹി ഫവാതിഹ സൂറത്തുൽ കഹ്ഫ്, സൂറത്തുൽ കഹ്ഫിൻ്റെ തുടക്കത്തിലുള്ള ആയത്തുകൾ നിങ്ങൾ ഓതിയാൽ മതി എന്നാണ്. ശ്രദ്ധിക്കുക, സൂറത്തുൽ കഹ്ഫിൻ്റെ തുടക്കത്തിലുള്ള ആയത്തുകൾ ദജ്ജാലിനെ കാണുമ്പോൾ ഓതിയാൽ ദജ്ജാലിന് നിങ്ങളെ ഉപദ്രവിക്കാൻ കഴിയില്ല എന്നാണ് ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ്, അൻ അബി ദർദാഇ അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞതായി അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ ഹഫിള 10 ആയാത്തിൻ മിൻ അവ്വലി സൂറത്തുൽ കഹ്ഫി ഉസിമ മിനദ് ദജ്ജാൽ, സൂറത്തുൽ കഹ്ഫിൻ്റെ ആദ്യത്തെ 10 ആയത്തുകൾ ആരെങ്കിലും ഹിഫ്ളാക്കിയാൽ, ശ്രദ്ധിക്കുക, കാരണം ദജ്ജാലിനെ കാണുമ്പോൾ ഞാൻ ഖുർആൻ എടുക്കാൻ പോവട്ടെ എന്ന് പറയാൻ നേരമുണ്ടാവില്ല. അപ്പോൾ അത് ഹിഫ്ള് വേണം, കാണാതെ പഠിക്കണം. അതുകൊണ്ട് സൂറത്തുൽ കഹ്ഫിലെ ആദ്യ 10 ആയത്തുകൾ കാണാതെ പഠിക്കൽ നമ്മുടെ മേൽ ബാധ്യതയായി തീർന്നിരിക്കുന്നു. കാരണം ദജ്ജാലിൽ നിന്ന് രക്ഷപ്പെടാൻ അതൊരു വലിയ മാർഗമാണ്. നേരത്തെ പറഞ്ഞ മാർഗങ്ങൾക്ക് പുറമെ ഇതും ഒരു വലിയ മാർഗമാണെന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സൂറത്തുൽ കഹ്ഫിലെ ആദ്യത്തെ 10 ആയത്തുകൾ ഹിഫ്ളാക്കണം. കാരണം മൻ ഹഫിള എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. ആരെങ്കിലും ഹിഫ്ളാക്കിയാൽ, ഹിഫ്ളാക്കുമ്പോഴേ ദജ്ജാലിനെ കാണുമ്പോൾ അത് ഓതാൻ പറ്റുകയുള്ളൂ. മാത്രമല്ല നല്ല ഹിഫ്ള് ഉണ്ടാകണം. കാരണം പരിഭ്രമമുണ്ടായാൽ പഠിച്ചത് മറന്നുപോകും. അതില്ലാതിരിക്കണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യണം. അതുകൊണ്ടെല്ലാം ആയിരിക്കാം ഒരു പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വെള്ളിയാഴ്ചയും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. വിശ്വാസികൾ അത് അവരുടെ ജീവിതത്തിൽ ആദത്താക്കിയാൽ അവർക്കത് വളരെ പെട്ടെന്ന് തന്നെ ഓർമ്മയിൽ നിന്നെടുത്ത് ഓതാൻ സാധിക്കുന്നതാണ്. ഉസിമ മിനദ് ദജ്ജാൽ എന്നാണ്. ദജ്ജാലിൽ നിന്ന് അവർ സംരക്ഷിക്കപ്പെടുന്നതാണ്. അതേപോലെ തന്നെ ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, ഖാല ശുഅബ, ഈ ഹദീസ് റിവായത്ത് ചെയ്ത ശുഅബ അദ്ദേഹം പറഞ്ഞത് മിൻ ആഖിരിൽ കഹ്ഫ് എന്നാണ്. സൂറത്തുൽ കഹ്ഫിൻ്റെ അവസാനത്തെ 10 ആയത്തുകൾ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് തെറ്റുപറ്റിയതാകാം. വഖാല ഹമ്മാമുൻ, മറ്റൊരു റാവിയാണ്, അദ്ദേഹം പറഞ്ഞത് മിൻ അവ്വലിൽ കഹ്ഫ് കമാ ഖാല ഹിഷാമുൻ. ഈ ഹദീസിലെ ഹിഷാം എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞതുപോലെ റളിയല്ലാഹു അൻഹും അജ്മഈൻ ആദ്യത്തിൽ നിന്നാണ്. അപ്പോൾ ഒന്നുകിൽ റാവിമാർക്ക് സംശയമുണ്ടായതായിരിക്കാം, അതല്ലെങ്കിൽ ചില ഉലമാക്കൾ പറഞ്ഞത് രണ്ടും പഠിച്ചു വെക്കുക. കാരണം വളരെ വലിയൊരു പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഖുർആൻ മുഴുവൻ പഠിക്കണമെന്ന് പറഞ്ഞാലും നാം അതിന് തയ്യാറാണ്. എന്നിരിക്കെ സൂറത്തുൽ കഹ്ഫിൻ്റെ ആദ്യത്തെ 10 ആയത്തുകൾ അല്ലെങ്കിൽ അവസാനത്തെ 10 ആയത്തുകൾ, ഇത് രണ്ടും പഠിച്ചു വെക്കുക. അതാണ് ഏറ്റവും ഖൈറായത്. ഏറ്റവും പ്രബലം ആദ്യത്തെ 10 ആയത്തുകളാണ്. ധാരാളം ഹദീസുകളിൽ അങ്ങനെ തന്നെയാണ് വന്നത്. എന്നാൽ ഇങ്ങനെ ചിലത് കാണുന്നു. അതൊരു പക്ഷേ സ്വഹാബികൾക്ക് ഓർമ്മക്കുറവ് വന്നതായിരിക്കാം, അതല്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്ത മറ്റാർക്കെങ്കിലും തോന്നിയതായിരിക്കാം, അതല്ലെങ്കിൽ പ്രവാചകൻ അങ്ങനെയും പറഞ്ഞിരിക്കാം. ഇതിനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവസാനത്തെ 10 ആയത്തുകളും പഠിച്ചു വെക്കുക. ഇങ്ങനെ സൂറത്തുൽ കഹ്ഫിൻ്റെ ആദ്യത്തെ 10 ആയത്തുകളും അവസാനത്തെ 10 ആയത്തുകളും പഠിച്ചു വച്ചാൽ തീർച്ചയായും അതിൽ ഖൈറുണ്ടാകും, ദജ്ജാലിൽ നിന്നുള്ള സംരക്ഷണമുണ്ടാകും. അതുകൊണ്ടാണ് ഇമാം ഹാക്കിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മുസ്തദ്റക്കിൽ ഉദ്ധരിക്കുന്നത്, അൻ നബി സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ന മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ, മറ്റൊരു റിവായത്തിലുള്ളത് ലൈലത്തുൽ ജുമുഅ, അത് ജുമുഅയുടെ രാത്രിയിലുമാകാം. എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ വെള്ളിയാഴ്ചയായി. അപ്പോൾ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ വെള്ളിയാഴ്ച രാവിലും ഓതിയാലും മതി. അങ്ങനെ വെള്ളിയാഴ്ച രാവിലായിക്കൊണ്ടോ അതല്ലെങ്കിൽ വെള്ളിയാഴ്ച പകലോ ആരെങ്കിലും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ അളാഅ ലഹു മിനൻ നൂരി മാ ബൈനൽ ജുമുഅത്തൈൻ, 2 ജുമുഅകൾക്കിടയിലുള്ള ആ ദിവസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിക്ക് ഒരു പ്രത്യേകമായ പ്രകാശം നൽകുമെന്നാണ്. അപ്പോൾ സൂറത്തുൽ കഹ്ഫിന് അങ്ങനെ ഒരു
പ്രത്യേകതയുണ്ട്. മാത്രമല്ല ഖിയാമത്ത് നാൾ സംഭവിക്കുക വെള്ളിയാഴ്ച ദിവസമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ദിവസം തന്നെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുവാനുള്ള പ്രോത്സാഹനത്തിൽ പല നിലക്കുമുള്ള ഹിക്മത്തുകൾ അടങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല എന്തുകൊണ്ട് സൂറത്തുൽ കഹ്ഫ് എന്നൊരു ചോദ്യമുണ്ടാകാം. നമുക്കറിയാം സൂറത്തുൽ കഹ്ഫിനൊരു പ്രത്യേകതയുണ്ട്. ആ അദ്ധ്യായം കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ അധികവും അത്ഭുതമായ കാര്യങ്ങളാണ്. ഒന്ന് അസ്ഹാബുൽ കഹ്ഫ്, ആ പേര് തന്നെ അസ്ഹാബുൽ കഹ്ഫുമായി ബന്ധപ്പെട്ടാണ്. അവർ ഒരു ഗുഹയിൽ ചെന്ന് കയറുന്നതും രക്ഷപ്പെടാൻ വേണ്ടി ഏകദേശം 300ഓളം വർഷങ്ങൾ അവരവിടെ ഉറങ്ങിക്കിടന്നതും പിന്നീട് അള്ളാഹു അവരെ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്നതും പിന്നീട് അവർ സ്വാഭാവികമായ മരണത്തിന് വിധേയമായതുമായ കഥ സൂറത്തുൽ കഹ്ഫിൽ കാണാം. അപ്പോൾ അതൊരു വലിയ അത്ഭുത സംഭവം തന്നെയാണ്. അതിനുശേഷം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാമയും തമ്മിലുള്ള ആ വിജ്ഞാനം തേടിയുള്ള ആ ഒരു കണ്ടുമുട്ടൽ, അവിടെ സംഭവിച്ച ഒരുപാട് കാര്യങ്ങൾ, ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരുപാട് അത്ഭുത സംഭവങ്ങൾ, അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ അദ്ദേഹം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പറഞ്ഞു കൊടുത്തത് എല്ലാം അത്ഭുതങ്ങളാണ്. അതിനു പുറമെ ദുൽഖർനൈൻ എന്ന് പറയുന്ന മഹാനായ ഒരു രാജാവും അദ്ദേഹത്തിൻ്റെ സഞ്ചാരങ്ങൾ, പിന്നീട് യജൂജ് മഅജൂജിൻ്റെ ഷർറിൽ നിന്ന് ആ നാട്ടിലെ ജനതയെ രക്ഷപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം കെട്ടിയ മതിൽ, അതെല്ലാം അത്ഭുതകരമായ കാര്യങ്ങളാണ്. ഇങ്ങനെ തുടങ്ങി യജൂജ് മഅജൂജിനെക്കുറിച്ചുള്ള പരാമർശം, ദുൽഖർനൈനിയെക്കുറിച്ചുള്ള പരാമർശം, ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാമയെക്കുറിച്ചുള്ള പരാമർശം, അസ്ഹാബുൽ കഹ്ഫിനെ സംബന്ധിച്ചുള്ളത് എല്ലാം അത്ഭുതങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ അധ്യായം കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളും അങ്ങനെ ആയതുകൊണ്ടും ആ നിലക്കും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നത് ദജ്ജാലിൽ നിന്ന് രക്ഷപ്പെടാനും നമ്മുടെ ജീവിതത്തിൽ പ്രകാശം ലഭിക്കാനും കാരണമായി തീരുമെന്ന് സ്വഹീഹായ ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് സൂറത്തുൽ കഹ്ഫ് നാം മുഴുവനായും പഠിക്കൽ വളരെ ഖൈറാണ്. ഇനി അതിന് സാധിക്കുന്നില്ലെങ്കിൽ ആദ്യത്തിലെ 10 ആയത്തുകൾ തീർച്ചയായും പഠിച്ചിരിക്കണം. സാധിക്കുമെങ്കിൽ അവസാനത്തെ 10 ആയത്തുകളും പഠിച്ചാൽ ദജ്ജാലിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്.